ഇന്ന് വന്നിരിക്കുന്നില്ലേ അടിപൊളി ഡിന്നർ സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ്. വേറൊന്നുമല്ല, സോയാബീൻ മസാലയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. സോയാബീൻ മാത്രമല്ല, അതിൻ്റെ കൂടെ ഞാൻ പയറ് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. നിർബന്ധമല്ല, ഞാൻ എൻ്റെ ഇഷ്ടത്തിൽ ചേർക്കുന്നതാണ്. ഇത് നിങ്ങൾ സോയാബീൻ മസാല എന്നുള്ള റെസിപ്പിയിൽ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പയറുണ്ടായിരുന്നു, അതും കൂടെ എഴുതി. ഇത് രണ്ടും കൂടിയിട്ടാണ് ഞാനിപ്പോൾ ഇന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പം ഞാൻ ഇതിലേക്ക് ഫസ്റ്റ് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലിട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്ന മസാലപ്പൊടി എന്ന് പറയുന്നത് എന്താണ്, തുർക്കിഷിൻ്റെ മാജിക് സ്പൈസസ് ആണ് ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. നമുക്ക് അതിട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. അപ്പം ഇതില്ലാന്നുണ്ടെങ്കിൽ നമുക്കിതാ നല്ലപോലെ ഇത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് മിക്സ് ചെയ്യുന്നത്. നല്ലപോലെ മസാല പരട്ടിയെടുക്കാം. അപ്പോൾ എനിക്ക് എൻ്റെ ടേസ്റ്റിന് തുർക്കിഷിൻ്റെ പൊടിയിൽ എനിക്ക് കുറച്ച് ഉപ്പ് ടേസ്റ്റ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇതിൽ ആഡ് ചെയ്തിട്ട് നല്ലപോലെ പരത്തിയിട്ട് നമുക്കിത് ഫ്രൈ ചെയ്ത് കിട്ടാം. അപ്പോൾ നമുക്ക് എന്താണ് ഇത് ഫ്രൈ ചെയ്തോണ്ട് അത് കുറച്ച് എഴുതണം കേട്ടോ. സോയാബീൻ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും കേട്ടോ. അധികം സമയം വെക്കേണ്ടി വരില്ല. ഫസ്റ്റ് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ മസാല ആക്കാൻ വേണ്ടി ഇതവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ. അമ്മ ഇതിലാണ് ഇപ്പം ഇന്ന് മസാല ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഉള്ളി, തക്കാളി, പച്ചമുളക് ഇത്ര ഐറ്റംസ് മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് എണ്ണ ഒഴിച്ചിട്ടുണ്ട് പാത്രത്തിലേക്ക്. നമുക്കിതെല്ലാം ഫോർമാലിറ്റി ആയിട്ട് ഉള്ളിയിട്ട് വയറ്റി തക്കാളിയിട്ട് അങ്ങനെ ഇതാക്കുന്നില്ല, എല്ലാം ഒന്നിച്ചിടാൻ വേണ്ടി പോകുന്നത് കേട്ടോ. നമ്മൾ എണ്ണ ചൂടായിരുന്നു എല്ലാം ഒന്നിച്ചിട്ട് കൊടുക്കാം. ഓക്കെ, നമുക്ക് ഉള്ളി ഇങ്ങനെ നമ്മളിൽ കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഞാൻ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ആദ്യം ഇതിലേക്ക് ആവശ്യത്തിന് കുടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് മഞ്ഞൾ പൊടി ഇടാം. ഈ മഞ്ഞൾപ്പൊടിയും കൂടി അതൊരു മസാല അല്ലേ, കറിയല്ല, അതുകൊണ്ട് കുറച്ചൊന്ന് ഉള്ളിയൊക്കെ വാഴണം. അപ്പോൾ അതുകൊണ്ട് ഇത് ഉള്ളിയും ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് ഒന്ന് വെച്ച് അടക്കിയിട്ടുണ്ട്. നമുക്കൊരു ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒന്ന് കുറച്ച് സമയം അടച്ച് വെക്കാം കേട്ടോ. മിഹറാത്ത് ഫീഡ് ചെയ്തിട്ട് നമുക്ക് ബാക്കി പണി എടുക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഫ്രൈ ആയിക്കൊണ്ട് വരുന്നുണ്ട്. നമുക്കൊന്ന് ലോ ഫ്ലെയിം ആക്കാം കേട്ടോ. ഓക്കെ, നമ്മൾ ഇട്ടത് ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് എടുത്തതിന് ശേഷം നമ്മൾ അടുത്ത സ്റ്റെപ്പ്, അതായത് രണ്ടാമത്തെ റൗണ്ടും കൂടി ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് എല്ലാം തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. കറക്റ്റ് തിരിച്ചിടാനും പറ്റില്ല, കാരണം ചെറിയ ചെറിയ പീസസ് അല്ലേ. അപ്പം എന്നാൽ ജസ്റ്റ് ഒന്ന് കറക്റ്റൊന്ന് മറക്കൊന്നും കൂടെ ആക്കാം. എന്നിട്ടിത് ആ സൈഡും കൂടി ഒന്ന് വരുന്നതിന് ശേഷം നമുക്ക് എന്താ അടുത്തത് ഇടാം കേട്ടോ. ഫസ്റ്റ് ഇട്ടത് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. നമുക്കിത് പ്ലേറ്റിലേക്ക് എടുക്കാം കേട്ടോ. നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് നമ്മൾ ചേർക്കുന്നത് കേട്ടോ. അപ്പൊ എൻ്റെ അടുത്ത് ഈ ഒരു റെഡിമെയ്ഡ് ബോട്ടിലാണ്. നിങ്ങൾ സാധാരണ പെരക്ക് അരക്കുന്നതാണെങ്കിൽ അങ്ങനെയല്ലേ, എന്താണ് പച്ചമുളകും കൂടി ആഡ് ചെയ്തിട്ടായിരിക്കും അരക്കുന്നത്. അപ്പൊ നമ്മൾ ഇപ്പൊ ഇത് വാങ്ങുന്നതുകൊണ്ട് പച്ചമുളക് എക്സ്ട്രാ മുറിച്ചിടാണ്. പക്ഷെ മുമ്പൊക്കെ ചെയ്യുക വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടി മിക്സ് ആയിട്ട് അരക്കലാന്നുണ്ടായി. പിന്നെ ഇപ്പം അതൊന്നും എനിക്കിത് വലിയ ഇഷ്ടം ഉണ്ടായിട്ടില്ല. ഇപ്പം അതൊക്കെ എന്താണ് ചതുക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെയല്ലേന്ന് വിചാരിച്ച് ഇപ്പൊ ഞാനും ഇത് ഉപയോഗിക്കാൻ തുടങ്ങി. കൊറേ ആയി ഉപയോഗിക്കുന്നത് കേട്ടോ. ഇതന്നെ മിഹർ ഇവിടെ കിടക്കുന്നത് കേട്ടോ. ഞാൻ താഴെ കിടത്തിയിട്ടുണ്ടോ, അവൾക്ക് ആരെങ്കിലും കാണണം. നമ്മള് ഒറ്റക്ക് കിടത്തുന്ന അത്ര വലിയ ഇഷ്ടമല്ല. ആരെങ്കിലും കാണോ, ആരെങ്കിലും ഒക്കെ സംസാരിച്ച് കേൾക്കുമ്പോഴാണ് അവൾക്ക് സന്തോഷം. ഒന്ന് കുറച്ചും കൂടി ആവണ്ടേ. ഇപ്പൊ ഫീഡ് ചെയ്ത് വന്നിട്ടാണ് ഓപ്പൺ ചെയ്തിട്ട് ഇപ്പൊ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഇടുന്നത് കേട്ടോ. ഇത്ര ആയാൽ പോരാ, കാരണം നമ്മൾ വെറും മസാല മാത്രമാണ് ഇപ്പൊ ഇതിൻ്റെ കൂടെ കഴിക്കാൻ പോകുന്നത്. അപ്പൊ കുറച്ചൊന്ന് വയന്ന് കിട്ടിയാലേ ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ വേണ്ടിട്ട്. ഓക്കെ, ഇവിടെ എന്തൊക്കെയോ വിഷയം പറയുന്നുണ്ട് ഞാൻ പറയുന്നത് കേട്ടിട്ട്. നമുക്കിത് ഒന്ന് കുറച്ചും കൂടി ആയതിനു ശേഷം ഗരം മസാലയും കുരുമുളകും കൂടിയിട്ട് ഒന്നും കൂടി ഇളക്കിയതിന് ശേഷം ഫ്രൈ ചെയ്തിട്ട സാധനം ഇടുക. അത്രയേ ഉള്ളൂ. വെരി സിമ്പിൾ ആണ്. കാരണം
സോയാബീൻ ആയതുകൊണ്ട് പെട്ടെന്നാവും. കോഴിയെല്ലാം ആവുമ്പം അത് കഴുകി അത് പരക്കി അത് പൊരിച്ച് കോഴിക്ക് കുറച്ച് സമയമാണല്ലോ. പക്ഷെ ഇതിന് അങ്ങനെ അത്ര വലിയ സമയമൊന്നും വേണ്ട, പെട്ടെന്ന് പൊരിഞ്ഞ് കിട്ടും നമുക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് ഞാൻ ഗരം മസാലയും കുരുമുളക് ചേർക്കുന്ന ആ ടൈമിൽ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് മസാലയിലേക്ക് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഗരം മസാലയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മസാല ഇവിടെ റെഡിയായി. ഇപ്പൊ ഞാൻ രണ്ടാമത്തെ ഫ്രൈ ചെയ്യാൻ ഇട്ടിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ കുരുമുളക് നിങ്ങൾക്ക് എരിവ് നല്ല ഇഷ്ടമുള്ള ആണെന്ന് നല്ലോണം എരിവിടാം. അത്യാവശ്യത്തിന് ഇട്ടിട്ടുണ്ട് കേട്ടോ, ഓവർ ഇട്ടിട്ടില്ല. ഓക്കെ, ഗരം മസാല അത്യാവശ്യത്തിന് ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട്, സാധാരണ ഇടാറുണ്ട്. ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടിട്ട് ഗരം മസാലന്റെ സ്മെല്ലാണ്. ഇതിപ്പോ ഏത് മസാല ഏകദേശം നമ്മൾ ചിക്കൻ മസാല കൂട്ടുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഞാൻ വെറുതെ പറയുന്നില്ല, കാര്യമായിട്ടും. ഇപ്പൊ നമ്മൾ മുട്ട മസാല ആക്കിയാൽ ഇപ്പൊ ഒരു മുട്ടന്റെ ഒരു മണം ഇതൊക്കെ അതിലുള്ളൂ. പക്ഷെ നമുക്ക് ശരിക്കും നല്ല ചിക്കൻ എങ്ങനെ കൂട്ടുന്നു അതുപോലത്തെ ഒരു ഏകദേശം ഒരു ഫീൽ തന്നെയാണ് കേട്ടോ കിട്ടുന്നത്. ഇങ്ങനെ സോയാബീൻ ആണ് കഴിക്കുന്നതെന്നുള്ളൊരു അത്ര അങ്ങനെ ഇത്ര പാങ്ങില്ലാത്തതൊന്നല്ല, നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പൊ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഇടയ്ക്കൊക്കെ ഇത് ട്രൈ ചെയ്ത് കൊടുക്കട്ടോ. പിന്നെ പയറ് ഞാൻ എന്റെ ഇഷ്ടത്തിന് ചേർത്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെന്തെങ്കിലും ഞാൻ ഇതിനു മുമ്പ് സോയാബീൻ ചെയ്തത് വെണ്ടക്കന്റെ കൂടെയാണ് കേട്ടോ. വെണ്ടക്ക പക്ഷെ ഇതുപോലെ ഫ്രൈ ചെയ്തിട്ടൊന്നുമില്ല. ഇതിപ്പോ എനിക്ക് പെട്ടെന്ന് ഞാൻ വിചാരിച്ചു, പെട്ടെന്നൊരു ഐഡിയ വന്നതാണ്. പയറൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ അതിന്റെ കൂടെ തന്നെ വിചാരിച്ചിട്ടാണ്. അപ്പൊ അതിൽ നിന്ന് അത് വേവും കൂടി ചെയ്തോളൂല്ലോ. അപ്പൊ നമ്മള് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഉപ്പും കൂടി നോക്കിയിട്ട് അതും കൂടി ഫ്രൈ ആയതിനു ശേഷം ഇട്ടാൽ നമ്മുടെ പണി കഴിഞ്ഞു. പിന്നെ കുറച്ച് മല്ലിയിലേക്ക് ഇങ്ങനെ വെതറി കൊടുത്താൽ അടിപൊളിയായി. ഇതിന്റെ കൂടെ കഴിക്കാൻ വേണ്ടി പൊറോട്ട വാങ്ങാൻ പറയുകയായിരിക്കും. ഉപ്പൊക്കെ കറക്റ്റ് തന്നെയാണ്. ഇത് കൂടിപ്പോയാലേ ഉള്ളൂ. കുറച്ച് വേണമെങ്കിൽ വെള്ളം ഒഴിക്കട്ടെ, നമുക്ക് കുഴപ്പമില്ല. നമ്മള് മസാല റെഡിയായി. അപ്പൊ ഈ മസാലന്റെ ഒരു കൺസിസ്റ്റൻസി ഞാൻ ഒന്ന് കാണിച്ചു തരാം. രണ്ടാമത്തെ ഫ്രൈ ഞാൻ പറഞ്ഞില്ലേ, അപ്പൊ അതും കൂടി എടുത്തിട്ട് ലാസ്റ്റ് ഒന്നും കൂടി കാണിക്കട്ടെ. ഇപ്പൊ മസാലന്റെ ഒരു വിധം കാണിച്ചു തരാം. നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. കണ്ടില്ല ഗൈസ്, നല്ല രീതിയിൽ എല്ലാം നന്നായി ഉടഞ്ഞിട്ടുണ്ട്. നമ്മളിതാ നെക്സ്റ്റ് ഇവിടെ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇത് നേരത്തെ ഫ്രൈ ചെയ്ത് ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇത് വെറുതെ ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ. ഇതെടുത്തതൊക്കെ ഇതിലൊക്കെ ആഡ് ചെയ്യാൻ പോണം കേട്ടോ. സൗണ്ട് ഇങ്ങനെ കേൾക്കണ്ട എത്രത്തോളം ക്രിസ്പി ആയിട്ടുണ്ട്. പക്ഷേ ഈ ക്രിസ്പിനെസ് നമ്മൾ ഈ മസാല ഈ ഒരു സോയാബീനകത്ത് നല്ലപോലെ പിടിക്കുന്നുണ്ടാ. പിന്നെ സോയാബീൻ എല്ലാവർക്കും ഫസ്റ്റ് വെള്ളത്തിൽ കുതിർത്തി വെക്കണം എന്ന് അറിയുന്ന കാര്യമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഫസ്റ്റ് ഒരു സാധാ നോർമൽ പച്ചവെള്ളത്തിലാണെങ്കിൽ ഒരു 15 മിനിറ്റ് എങ്കിലും വെക്കണം കേട്ടോ. പിന്നെ ചൂടുവെള്ളത്തിൽ വെക്കുകയാണെങ്കിൽ ഒരു 5 മിനിറ്റ് ഒക്കെ വെച്ചിട്ട് നോക്കാം സോഫ്റ്റ് ആയോന്ന് കേട്ടോ. അതിനുശേഷം ഞാൻ ഇത് 10 രൂപന്റെ 3 പാക്കറ്റാണ് ഇപ്പൊ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. 3 പാക്കറ്റും ഞാൻ കുറച്ച് വലിയ സൈസിലുള്ളതാണ് വാങ്ങിച്ചിട്ടുണ്ടായത്. അതെല്ലാം ഞാൻ പീസ് ആക്കിയിട്ടാ. അപ്പൊ നിങ്ങൾ വേഗം ചെറുതുള്ള പാക്കറ്റ്, പക്ഷെ അല്ല, രണ്ടും ടേസ്റ്റ് വ്യത്യാസമുണ്ട്. ഇത് കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ ചെറുതിനേക്കാളും. നമുക്ക് ഇതിന്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയും അതുപോലെ തന്നെ പുതിന ഞാനൊന്ന് വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മളെ സോയാബീൻ മസാല, സോയാബീൻ പയറും കൂടി ഉണ്ട് കേട്ടോ എൻ്റെ മസാല അടിപൊളിയായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് സെർവ് ചെയ്ത് ഞാൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്യുന്ന കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. പക്ഷെ ഫുഡ് ഞാൻ പൊറോട്ടയാണ് കഴിക്കാന്ന് വിചാരിക്കുന്നത്. പൊറോട്ട ഇക്കാണ്ട് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. അപ്പൊ എനിക്ക് അതേ ഇനി വീഡിയോ എടുക്കാൻ നിൽക്കാൻ പറ്റില്ല. ഞാനിത് ജസ്റ്റ് ട്രൈ ചെയ്യുന്ന നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനൊന്ന് പ്ലേറ്റിലേക്ക് കുറച്ച് എടുക്കുന്നുണ്ട് കേട്ടോ, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. മസ്റ്റ് ആയിട്ട് ഇത് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം ആണ്. ഓക്കെ, അപ്പൊ ഞാനിത് ആരത് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാം. ഇപ്പൊ മണക്ക് ചിക്കൻ മസാല റെഡിയാക്കി വെച്ചതിന്റെ സ്മെല്ലാണ് വരുന്നത്. നല്ല ചൂടുണ്ട്. നിങ്ങൾക്ക് വേണ്ടിക്കാൻ ഇപ്പഴും ഇങ്ങനെ ഞാൻ ഇങ്ങനെ പൊതുവെ മസാലകളൊന്നും അതിന്റെ അപ്പം ഇല്ലാണ്ട് ഞാൻ കൂട്ടില്ല. ഇപ്പൊ ഞാൻ പൊറോട്ട ഇപ്പൊ പത്തിലായാലും അതില്ലാണ്ട് ഞാനിങ്ങനെ വെറുങ്ങനെ തിന്നുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. കാരണം അത് വരുന്നവർ വെയിറ്റ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. വീഡിയോ അതിന്റെ ചെയ്യാന്ന് വിചാരിക്കുന്നത് കേട്ടോ. അന്ന്
കാണുന്നില്ല ഈ സോയാബീൻ ഈ സോയാബീൻ്റെ ഉള്ളിലെ മസാല നല്ല രീതിയിൽ പിടിക്കുന്നുണ്ട് കേട്ടോ. മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യാം. പുതിയൊരു വീഡിയോ ബൈ.